കേരള സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളെന്നാരോപിച്ച് പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും പദയാത്ര സംഘടിപ്പിച്ചു. സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെയാണ് പദയാത്ര നടക്കുന്നത്. കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴുന്നോറടിയിൽ നിന്നും കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെ സംഘടിപ്പിച്ചു. City Gold and Diamonds, Kerala and Karnataka, the glow of purity. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും തൊഴിലാളി വിരുദ്ധ നയങ്ങൾക്കെതിരെയും കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും സെപ്റ്റംബർ 11 മുതൽ ഒക്ടോബർ 14 വരെ നടക്കുന്ന പദയാത്രയുടെ ഭാഗമായി കാഞ്ഞങ്ങാട് മുനിസിപ്പാലിറ്റിയുടെ പദയാത്ര വാഴന്നൂരടിയിൽ നിന്ന് കാഞ്ഞങ്ങാട് പുതിയകോട്ട വരെയാണ് സംഘടിപ്പിച്ചത്. ഇന്ത്യൻ തൊഴിലാളി സംഘടനകൾ മാറിക്കൊണ്ടിരിക്കുമ്പോൾ രാഷ്ട്ര സേവനത്തിന്റെ ഉദാത്ത മാതൃകയിൽ അധിഷ്ഠിതമായി അധ്വാനം ആരാധനയായി കാണുന്ന ഒരു സമൂഹം പിറവിയെടുത്തു. 1962 ചൈന ഭാരതത്തെ ആക്രമിച്ചപ്പോൾ BMS സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ പാലക്കാട് ഉദ്ഘാടനം ചെയ്തു. ഒന്ന്, ലോകത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയായ ഭാരതീയ മസ്ദൂർ സംഘവും ലോകത്തിലെ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ ആചരിക്കുന്നതുമായ വിശ്വകർമ്മ ജയന്തി ദേശീയ തൊഴിലാളി ദിനമാണ് ഇന്ന്. ആ സുദിനത്തിലാണ് നാം ഇത്തരത്തിലൊരു പ്രക്ഷോഭയാത്ര ആരംഭിക്കുന്നത്. നമുക്കറിയാം, തൊഴിലാളി ദിനം എന്ന് പറഞ്ഞാൽ അത് മെയ് 1 എന്നാണ് നമ്മെ എല്ലാവരെയും പഠിപ്പിച്ചിരിക്കുന്നത്. സത്യത്തിൽ അതൊരു വഞ്ചനയുടെ ദിനമാണ്. ഞാൻ ദീർഘിപ്പിച്ച് പോകുന്ന സമയം കുറഞ്ഞുകൊണ്ട് വളരെ ചുരുക്കി മാത്രം, മെയ് 1 എന്ന് പറയുന്നത് ഏകദേശം റഷ്യയും ജർമ്മനിയും തമ്മിൽ, അതായത് ഹിറ്റ്ലറും സ്റ്റാലിനും തമ്മിൽ കാണുന്നത് വരെ ലോക ഫാസിസ്റ്റ് ദിനമായിരുന്നു. മുനിസിപ്പൽ സെക്രട്ടറി സുധീഷ് മുത്തപ്പൻതറ അധ്യക്ഷത വഹിച്ചു. വിവിധ സ്ഥലങ്ങളിലെ സ്വീകരണങ്ങളിൽ ജില്ലാ കമ്മിറ്റി അംഗം ടി കൃഷ്ണൻ കോളോത്ത്, ജില്ലാ ജോയിന്റ് സെക്രട്ടറി സുനിൽ കുമാർ വാഴക്കോട്, ജോയിന്റ് സെക്രട്ടറി പ്രദീപ് കോളോത്ത്, ഹോസ്ദുർഗ് മേഖലാ പ്രസിഡന്റ് ഭാസ്കരൻ ഏച്ചിക്കാനം, മേഖലാ സെക്രട്ടറി അജയൻ പുതിയകണ്ടം, മേഖലാ ട്രഷറർ കുഞ്ഞികൃഷ്ണൻ പുല്ലൂർ എന്നിവർ പ്രസംഗിച്ചു. മുനിസിപ്പൽ സെക്രട്ടറി സുനിൽ കുമാർ അത്തിക്കോത്ത് സ്വാഗതവും മുനിസിപ്പൽ ട്രഷറർ വി രാധാകൃഷ്ണൻ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.